പോയി നോക്കണം, നീ അവിടെ നോക്ക്. ഓക്കെ ഇവന്മാരാണ് ആൾക്കാർ. മാറി നിക്കടാ. ഒരു പാവപ്പെട്ട ചെയ്യുന്ന കുട്ടിച്ചോറാക്കി തന്നെ വേണോ നിനക്കൊക്കെ? ചില മക്കളുണ്ട് ഓടി വന്നതല്ലേ, ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോവാ. ഇനി ചുമ്മാ സാറേ, ഇനിയും കുറെ പഠിപ്പിക്കാനുള്ളതല്ലേ. നമ്മളെ കൈ വെറുതെ മെനക്കെടുത്തില്ലേ സാറേ? ഓഫീസിൽ വിളിക്കുന്നത് പെട്ടെന്ന് ചെല്ലാൻ എന്താ ഫീസ് അടയ്ക്കാതെ പഠിക്കാന്നാണോ നിന്റെ വിചാരം? എത്രയെന്ന് വെച്ചിട്ടാ ഇനി ഇവിടെ കൊണ്ട് വിട്ടാ വീട്ടുകാർക്ക് എന്താ ഒരു ഉത്തരവാദിത്വം ഇല്ലേ? 2 ദിവസം സമയം തരുന്നു, അതിനുള്ളിൽ നീ ഫീസ് അടച്ചില്ലെങ്കിൽ ഹോസ്റ്റലിൽ പോയി നിർത്താൻ പറ്റത്തില്ല കേട്ടല്ലോ. 1 ലക്ഷത്തിന് പുറത്തായി ഇതുവരെയായിട്ട് ഫീസ് അടയ്ക്കാനുള്ളത്. കുറച്ച് ദിവസം കൂടെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ പോവാം. വീട്ടിൽ പോകാനൊന്നും പൈസ ഇല്ല, എന്തോ ചെയ്യാനൊന്നും അറിയണ്ടേ. വീട്ടിൽ പോകാനാണോ? സന്തോഷം പോയിട്ട് വേണ്ട സാർ, വേണ്ട വയ്ക്കടാ, വേണ്ട സാർ, വയ്ക്കടാ.
എടാ എന്തുവാ പറ്റിയത്? ഒന്നുമില്ല. സിദ്ധു എന്താ പറ്റിയേ? ഇനി വാ. എന്റെ മനസ്സിൽ എന്തോ ഉള്ളിൽ ഒതുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറ. വീട്ടിലത്തെ സാഹചര്യം വളരെ മോശമാണ് ജെനി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. 2 ദിവസം കൂടെ ഉള്ളു ഫീസ് അടയ്ക്കാൻ. ഇതാണോ നിന്റെ പ്രശ്നം? നീ വിഷമിക്കേണ്ട. നീ ഇപ്പൊ വീട്ടിൽ പോയിട്ട് വാ. ഫീസിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അമ്മേ, ചേട്ടൻ വന്നോ? അമ്മ എവിടെയും കാണും. അമ്മ എവിടെ? അമ്മ ഇവിടെ ഉണ്ട്. ചേട്ടൻ ലീവായോ? എന്റെ റൂം അടച്ചിട്ട് രക്ഷയില്ലേ? അതിപ്പോ അങ്ങനെയൊക്കെ തന്നെ. ഫുഡ് കഴിക്കാൻ മാത്രമേ മക്കൾ കാണും. ഫുൾ ടൈം ഫോണില്ല. അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റി? അമ്മയ്ക്ക് വയ്യേ? ആഹാരമൊക്കെ കഴിച്ചാ? ലക്ഷ്യനെ ഒന്നും കണ്ടില്ലല്ലോ. ലക്ഷ്യത്തെ എവിടെ? മരുന്ന് വാങ്ങിച്ചായിരുന്നു? ഇട്ടരാ അമ്മേ. അമ്മ കിടന്നു. സിദ്ധാർത്ഥ്, എന്റെ ഫീസ് ആരാ അടച്ച്? ഇത്രയും വലിയ തുക? എടാ ഫ്രണ്ടിന് ഒരു ആവശ്യം വന്നത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ? നീ ഇപ്പൊ ഇതിനെ പറ്റി ഒന്നും കാര്യമാക്കണ്ട. എക്സാം വരുമല്ലേ, ഇന്ന് പഠിക്കും. ഹായ് ദിനി. ഇതേതാ പുതിയൊരാള്? ഇത് സിദ്ധാർത്ഥ്, എന്റെ ക്ലാസ്മേറ്റാ. സിദ്ധു ഇത് എന്റെ കസിൻസാ. ഇത് പീറ്റർ, ഇത് ഡേസി ചേച്ചി. ഹലോ ചേട്ടാ, ഹായ്. അതെ ജിനി, നമുക്ക് സമയമില്ല. വേഗം വാ, അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യാം. എന്താ പരിപാടി? ബെസ്റ്റ്, ഇന്ന് എന്റെ ബർത്ത്ഡേ ആ. വീട്ടിൽ ചെറിയൊരു പാർട്ടി ഉണ്ട്. നീ ഫ്രീ ആണെങ്കിൽ വാ, എന്റെ ഫാമിലി മൊത്തം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹായ് സിദ്ധു. ഹായ് ജിനി. ഇതാണ് എന്റെ വീട്. പപ്പയും അമ്മ എംബ്രോയ്ഡ് ആണ്. പിന്നെ ഗ്രാൻഡ്മദറാണ് എന്റെ ലോക്കൽ ഗാർഡിയൻ. അപ്പൊ പപ്പയും അമ്മയൊക്കെ എന്റെ +2 കഴിഞ്ഞാലേ വരത്തുള്ളൂ. നീ അകത്തേക്ക് കയറി വാ. ജെനി, എന്റെ കയ്യിൽ തരാനൊരു ഗിഫ്റ്റ് ഒന്നുമില്ല. സിദ്ധു, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നീ ഇപ്പൊ വാ. ഇപ്പൊ എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാം. എന്റെ കസിൻസ് ഒക്കെ മോളിലുണ്ട്. നീ എന്തായാലും വാ. Happy birthday to you. Happy birthday to you. Happy birthday, dear Jenny. Happy birthday to you. Happy birthday. Happy birthday to you. Happy birthday, dear Jenny. Happy birthday to you.
സിദ്ധു നീ വന്നോ? വാടാ. നിന്നെ പറ്റി ശരിയോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഫീസിന്റെ കാര്യം അവളാ തെറ്റിയത്. ഇനി എന്തായാലും നിനക്ക് ക്യാഷിന്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നീ നമ്മളെ കണ്ടില്ലേ, എപ്പോഴും ചില്ലിങ്ങാ. ഇനി എന്തായാലും നീ പേടിക്കണം, എന്റെ കൂടെ നമ്മളുണ്ട്. നീ ഒന്നിങ്ങ് വന്നേ. ഇതൊരു പഫ് എടുത്ത് എനിക്ക് വേണ്ട, ഇത് അടിച്ച് ശീലമില്ല. എടുക്കണം. എടുക്കണം. ഇങ്ങനെയല്ലടാ എടുക്കുന്നത്. എടുക്കടാ മോനെ, എല്ലാം ശരിയാവും. അങ്ങനെ എങ്ങനെയുണ്ടോ? എന്താ നിനക്ക് പറ്റിയേ? ഒന്നുമില്ല. ഇന്നലെ ഹോസ്റ്റലിലേക്കൊക്കെ ലേറ്റ് ആയോ? ഇല്ല. എന്തെങ്കിലും ആണെങ്കിൽ പറയാനേടാ, പറയാതിരിക്കണ്ടേ. ഇത് loss of the chemical reaction ആണ്. So next one, Siddharth. നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് പോർഷൻസ് ഒക്കെ തറവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും അറിയാമല്ലോ. ഇതിലെ ഡോക്ടർ സിദ്ധാർത്ഥ്, ഞാൻ നിന്നോട് സംസാരിക്കണേ. കൊറേ നോക്കുന്നത് എന്തായിട്ട് പഠിച്ചോണ്ടിരുന്ന കൊച്ചാണല്ലോ നീ. ഇത് വട്ട പൂജ്യം. നീ കക്കാനെ പോകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അങ്ങനെ. നിന്റെ കാര്യത്തിൽ ആരും ഇടപെടാൻ പറഞ്ഞ നീ പോടാ. എന്താ സിദ്ധാർത്ഥ ശബ്ദം കേട്ടത്? പോയി സാറേ.
എക്സ്ക്യൂസ് മീ, ഇപ്പൊ ഇവിടെ എമർജൻസി ആയിട്ട് ഒരു കുട്ടിയെ കൊണ്ടുവന്നായിരുന്നോ? എപ്പോഴാണ് വന്നേന്ന് അറിയാമോ? കൃത്യസമയം ഓർമ്മയിലൊന്ന് നോക്കാവോ? ഞാൻ നോക്കട്ടെ. സിദ്ധാർത്ഥ് എന്നാണ് പേര്, 17 വയസ്സ്. അതെ അതെ, ഒബ്സർവേഷൻ അടുത്തോ നേരെ പോയിട്ട് ലെഫ്റ്റ് ഇട്ടാ. ലെഫ്റ്റിലോട്ടല്ല. ആ ഡോക്ടർ, ഞങ്ങൾ സിദ്ധാർത്ഥന്റെ സിദ്ധാർത്ഥിന് വേറെ കുഴപ്പമൊന്നുമില്ല. ആ വീണതിന്റെ ഒരു മയക്കം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരാണ്? നിങ്ങളെന്റെ സ്കൂളിൽ അധ്യാപകരാണ്. ആ ഓക്കെ, പേടിക്കാനില്ല കേട്ടോ. നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. ബ്ലഡ് അയച്ചിട്ടുണ്ട്. ആ ഓക്കെ സിസ്റ്റർ, നിങ്ങളോട് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. റിസൾട്ട് വരട്ടെ. എന്തിനാണ് മാഡം ടോക്സിക്കോളജി സ്ക്രീൻ ചെയ്യുന്നത്? അത് ആക്സിഡന്റുമായി റിലേറ്റ് ചെയ്തല്ല, ചില ഡൗട്ട്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് റിസൾട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം എന്താണെന്ന് നോക്കാം കേട്ടോ. പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. ശരി. ആ സിദ്ധാർത്ഥിന്റെ റിസൾട്ട്. ആ സിസ്റ്റർ ജി, സിദ്ധാർത്ഥിന്റെ ബൈസ്റ്റാൻഡേഴ്സിനോട് ഒന്നും കൊണ്ട് വരാൻ പറയണേ. സിദ്ധാർത്ഥിന്റെ ബൈസ്റ്റാൻഡർ എക്സ്ക്യൂസ് മീ. സിദ്ധാർത്ഥിന്റെ ടീച്ചേഴ്സ് ആണെന്നല്ലേ പറഞ്ഞത്? സിദ്ധാർത്ഥ് ഇങ്ങനെ ക്ലാസ്സിൽ പഠിക്കാനൊക്കെ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു മാഡം. 10ാം ക്ലാസ് ഉന്നത വിജയം നേടിയത് കൊണ്ടാണ് നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ എടുത്തത്. ഓക്കെ, അതല്ല ഇപ്പോ ഡ്രഗ്സ് ഒക്കെ ഇങ്ങനെ ഒത്തിരി കേസുകൾ ഇങ്ങനെ വരുന്നുണ്ട്, ഉപയോഗിക്കുന്നവരുടെ. അപ്പോ അവരുടെ സയൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ നമുക്ക് അറിയാം. അപ്പം സിദ്ധാർത്ഥിന് അങ്ങനത്തെ ഒരു സയൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡൗട്ട് കൊണ്ടാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ റിസൾട്ടിലും സിദ്ധാർത്ഥ് യൂസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. സർ, കഴിഞ്ഞ ദിവസം ഞാൻ സാറിനോട് പറഞ്ഞില്ലായിരുന്നോ, സബിനാൻസിന്റെ ക്ലാസ്സിൽ അവൻ ഭയങ്കര അൺയൂഷ്വൽ ആയിട്ടാ ബിഹേവ് ചെയ്തത്. അത് ചിലപ്പോ ഇതുകൊണ്ട് വല്ലതും ആയിരിക്കുമോ? മാഡം, കുറച്ച് ദിവസങ്ങളിലായി അവന്റെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡ്രഗ്സ് ഉപയോഗിക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടില്ല. അല്ല, ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് കൂടി വരുന്നുണ്ട് എല്ലാവരും. അപ്പം ഇതെന്തായാലും നിങ്ങളൊന്ന് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുക. അപ്പോ നോക്കാം, നമുക്ക് എന്തായാലും സിദ്ധാർത്ഥനെ ഇതിൽ നിന്ന് മാറ്റാൻ നമുക്ക് ശ്രമിക്കാം. വേറെ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടോ നമുക്ക് ശരിക്കും സ്കൂളിൽ അന്വേഷിക്കണം. ഞാൻ എന്തായാലും അവന്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ മാഡം. ഓക്കെ, താങ്ക് യു മാം. സാർ, എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ വന്നതോ അവൻ? സ്കോളർഷിപ്പോട് കൂടിയൊക്കെ പാസ്സായതല്ലേ അവൻ? എന്നിട്ട് ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? ഞാൻ ഒരിക്കലും വിചാരിച്ച കാര്യങ്ങളല്ല. എന്തൊക്കെയാ നടക്കുന്നത്? എന്റെ അമ്മയെ വിളിച്ച് ഞാൻ അന്വേഷിക്കട്ടെ. ഇത് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ചെയ്യാം. ഏതായാലും അവന്റെ അമ്മ വരട്ടെ അല്ലേ? തുടരെ എന്തായാലും നമുക്ക് അനുവദിച്ചുകൂടാ. എന്തെങ്കിലും ചെയ്ത് നമുക്ക് ശക്തമായി കത്തിയെ മാത്രമേ സാധിക്കൂ. സാർ, ഇത് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എനിക്കറിയത്തില്ല. സാർ എന്തെങ്കിലും ഒന്ന് പറ. സിദ്ധാർത്ഥ ബൈസ്റ്റാൻഡർ
സാറ് ചെല്ല, എനിക്ക് വഴിയാണ് കാണാൻ. ഞാൻ തന്നെ പോവാം. സിദ്ധാർത്ഥ കണ്ണു പറഞ്ഞിട്ടുള്ളൂ സംസാരിക്കും, പക്ഷെ അധികം സ്ട്രെയിൻ കൊടുക്കണ്ട. ഓക്കെ. സിദ്ധു ഓക്കെ ആണോ? സാർ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ബാഗ് എവിടെ? ബാഗൊക്കെ അസിസ്റ്റന്റ് എടുത്തോണ്ട് അമ്മയെ വിളിച്ചിട്ടുണ്ട്, നാളെ വരും കാണാൻ. സാറിന്ന് പോയിട്ട് വരട്ടെ. സാർ എനിക്കൊരു കാര്യം പറയാം. എനിക്കെല്ലാം അറിയാൻ പോകും. നീ ഇപ്പം അതൊന്നും ഓർത്ത് ടെൻഷൻ ആവുന്നു. അതെന്തായാലും അമ്മ വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കും. ഫസ്റ്റ് എടുത്തോട്ടോ. മാഡം, എന്റെ മോനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ടെൻഷനല്ലേ സിദ്ധാർത്ഥ് 17 വയസ്സല്ലേ? എന്നിട്ട് ഇവിടെ ഒബ്സർവേഷനാണ്. ഞാൻ നേരെ പോയിട്ട് ടെസ്റ്റ് എടുക്കാം. ടെൻഷൻ ആണല്ലോ. ഇതൊക്കെ വന്നതല്ലേ, അമ്മ അവിടെ ഇരിക്കൂ. നമുക്ക് കുഴപ്പമൊന്നുമില്ല. സംസാരിക്കാം. ഇരിക്കേ മോള് വെള്ളം വേണമ്മ, ഒന്നുമില്ലേ പറയുന്നത്. സംസാരിച്ചാ പറ്റി. അവനെ വിളിച്ചവൻ ഫോൺ എടുക്കാറില്ല. എത്ര ദിവസം അവനോട് സംസാരിച്ചിട്ടെന്നറിയാം. പഠിത്തത്തില്ലേ അവന് എക്സാം വരാൻ പോവാ. എന്ത് തരത്തിൽ അവന് വീട്ടിൽ വിളിച്ച് സംസാരിച്ചൂടാ? സാരില്ലമ്മ, ഒന്നുമില്ല. ജസ്റ്റ് അന്ന് വീണല്ലേ ഉള്ളൂ. നമുക്ക് ഇപ്പം കയറി കാണാം. അമ്മ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കേ. മോളെ കൂടെ സങ്കടപ്പെടുത്താതമ്മ. അമ്മ അവനെ മയക്കത്തിലാണ് കേട്ടോ. കുറച്ചേരം കഴിഞ്ഞിട്ട് കാണാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിപ്പോ എന്താ സംഭവിച്ചത്? അമ്മ ആശ്വസിക്കുക, നമുക്ക് വഴി ഉണ്ടാക്കി അങ്ങോട്ട് വരാം. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് വരാം. അമ്മ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. സിദ്ധാർത്ഥ് ഇപ്പോൾ വന്നതുപോലെയല്ല. അവന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചീത്തയായ കൂട്ടുകെട്ടുകൾ അവനെ വല്ലാതെ വഴി തെറ്റിച്ചു. അവനിപ്പോൾ ലഹരിയുടെ അടിമയാണ്. അവന്റെ ബാഗിൽ നിന്ന് നമുക്ക് ഡ്രഗ്സ് കണ്ടെത്തിയിരുന്നു. സാറിനടുത്ത് ഓരോന്നും പറയരുത്. ഞാൻ അങ്ങനല്ല എന്റെ മോനെ വളർത്തിയിരിക്കുന്നത്. അവൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. എനിക്കറിയാമേ, വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് അവനെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റും. അമ്മയ്ക്ക് അവനെ പഴയ സിദ്ധാർത്ഥനായി കൊണ്ടുവന്നു. എത്ര കഷ്ടപ്പെട്ടിട്ട് ഞാൻ അവനെ പഠിക്കാൻ വിടുന്നെന്ന് അറിയാവോ? എനിക്കറിയാമേ, നമുക്ക് അവനെ പഴയ സിദ്ധാർത്ഥയിൽ കൊണ്ടുവരാം. തൽക്കാലം അമ്മ ഇത് അറിഞ്ഞതായി ഭാവിക്കണ്ട. പക്ഷെ എനിക്ക് അവനെ ഒന്ന് കാണാനായിരുന്നു. ഞാൻ 3 ഡോക്ടറെ ചോദിച്ചിട്ട് വരാം. ഞാൻ കാണാൻ പറ്റില്ല. അമ്മ, സാറെന്താ പറഞ്ഞേ? അമ്മ, അവനെന്തായപ്പോ നമ്മുടെയൊക്കെ പ്രതീക്ഷ. എന്താ പറ്റേ? അവനേക്ക് നമുക്ക് പഴയ പോലെ കിട്ടുമോ മോളെ? എന്റെ അമ്മ, അമ്മ കാര്യം പറ അമ്മ. അമ്മ ഇങ്ങനെ കരയാതെ പറയാം. അവൻ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുമെന്ന് അവരൊക്കെ പറയുന്ന. അമ്മ അങ്ങനെയൊന്നും ഇല്ലെന്ന് അറിയത്തില്ല. അമ്മ അവനങ്ങനെ ചെയ്യത്തില്ല. അല്ല, അവരുടെ കയ്യിൽ എല്ലാ തെളിവുണ്ട്. അവരെല്ലാം വെച്ചിട്ടാ പറയുന്നത്. അമ്മ അവനെ കാണട്ടെ, അവനെ കണ്ടിട്ട് തീരുമാനിക്കുക ഇനിയല്ല. സിദ്ധു, അമ്മ വന്നിട്ടുണ്ട്, വിളിക്കട്ടെ? സാർ ഞാനിപ്പോൾ ഒരു വലിയ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് തെറ്റാ സിദ്ധു? സാർ ഇപ്പോൾ മദ്യം മയക്കുമരുന്നും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സാർ. കുറേ പേര് ഇതിൽ കൊണ്ടിടുകയും ചെയ്തു. എനിക്കിനി ജീവിക്കണ്ട സാർ. സിദ്ധു, ഇത് ആരാണ് സ്കൂളിൽ എത്തിക്കുന്നത്? ഇത് അകത്തുനിന്നുള്ളതാണോ അതോ പുറത്തു നിന്നാണോ വരുന്നത്? സാർ ആ സ്കൂളിലുള്ള ആരുമല്ല, പുറത്തുള്ളവരാ. എനിക്കതിൽ ആ സഞ്ജയും കിരീനെ മാത്രമേ അറിയൂ. സിദ്ധു, അമ്മയ്ക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാലോ. നിന്നെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. ഞാൻ നിന്റെ അധ്യാപകനായിട്ടല്ല, എൻ്റെ മകനെ പോലെയാണ് നിന്നെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിനി നമുക്ക് വേണ്ട. സാർ ഇത്ര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും അവർ നമ്മളെ പിറകെ തന്നെ ഉണ്ട്. അവർ നമ്മൾ വിചാരിച്ച പോലെയല്ല. ഞാൻ എൻ്റെ അമ്മയെ കുറേ നോവിച്ചിട്ടുണ്ട്.
അമ്മനെ കുറെ പറ്റിച്ചു സാർ. എൻ്റെ ഭാവി ഇനി എന്താവുമെന്ന് അറിയില്ല സാർ. എനിക്കിനി ജീവിക്കണ്ട സാർ. ഞാൻ ഇനി ചെയ്യില്ല സാർ. മോനെ, ലഹരി ഒരിക്കൽ തുടങ്ങിയാൽ അത് നിർത്താനാണ് ഏറ്റവും പാട്. ഇവിടെ നിനക്ക് കൂട്ടായി നമ്മളും നിന്റെ വീട്ടുകാരും നിന്റെ ടീച്ചേഴ്സും ഞാനും എല്ലാം ഇല്ലേ? നീ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? അമലിനെ ഞാൻ വിളിക്കാം, നമുക്ക് സംസാരിക്കാം. ബന്ധങ്ങൾ ഉണ്ടാക്കാനും അത് നിലനിർത്താനും നല്ല പാടാ. നല്ല സുഹൃത്തുക്കളെ നീ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും കൈവിടരുത്. നീ സാധനങ്ങളൊക്കെ എവിടെ കൂടാ? എടാ എവിടെ പോണു നീ? നീ നമ്മളെ പറ്റി നടക്കാന്ന് വിചാരിച്ചാ? നീ പട്ടി കഴിച്ചാ നീ? ചേട്ടാ ഞാൻ എന്തോന്നു? നീ സാധനം കൊണ്ട് കൊടുത്താ? സാധനം ഇവിടെ ചേട്ടാ ഞാൻ ഈ പണി നിർത്തി. ഇനി ഞാൻ ചെയ്യണില്ല. എടാ നിന്നെ ഞാൻ ഉണ്ടല്ലോ. ചേട്ടാ ഒന്ന് പറയണ കേക്ക്. പാടക്കടാ, എന്റെ അമ്മേനെ മാല വിറ്റിട്ട് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നേ. നമ്മുടെ ഇവിടെ സ്റ്റോക്ക് ഫുള്ള് തീർന്നിരിക്കുക. നീ മര്യാദ സ്ഥലത്തെത്തിയോളാം. ചേട്ടാ ഞാൻ ഈ പരിപാടി നിർത്തി. ഞാൻ ഇനി ഇതിലില്ല. പിന്നെ എടുത്തോളാം. ഞാൻ ഉണ്ടല്ലോ, ഇനി ഒരു സമാധാനം കാണത്തില്ല. ഞാൻ എടുത്തോളാം. പിന്നെ ടിഫിൻ ബോക്സ് ബാഗിനകത്ത് വെച്ച് ഒന്നും എടുത്ത് വെക്കത്തുമില്ല. ഇതേതേ ഇതെന്താ? ഐഷു ഐഷു ഇതെന്താ സാധനം? ഇതെനിക്ക് എവിടെന്നാ കിട്ടിയേ? ഇതെന്താ? എനിക്ക് അറിഞ്ഞൂടമ്മ. നീ റൂം പൂട്ടിയിരുന്നിട്ട് ഇതാണോ നീ ചെയ്യുന്നത്? ഫോൺ കളിക്കുന്ന ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തോണ്ടോ? നിന്റെ സ്കൂളിൽ ഇത് ആരും നിനക്ക് തരട്ടെ? അമ്മ എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറ. നിന്റെ ബാഗിനാണ് കിട്ടിയത്. നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന ഇതിന് വേണ്ടിട്ടാണോ? സ്കൂളിൽ ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണോ? ഫോൺ യൂസ് ചെയ്യും. നീ ഫോണൊന്നും യൂസ് ചെയ്യണം. അമ്മ എനിക്ക് അറിഞ്ഞൂടാ. അമ്മ ദേഷ്യപ്പെടുന്നു. ഇനി സ്കൂളിൽ ചെന്നിട്ട് സംസാരിച്ചാൽ മതി. അമ്മേനെ വിശ്വസിക്കില്ല. നിന്റെ അച്ഛൻ ഐശ്വര്യയുടെ അമ്മയെ ഒന്ന് വിളിക്കാമോ? നമ്മൾ വിശ്വസിക്കില്ല. ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? ഐശ്വര്യ, ആദ്യം സമാധാനപ്പെടും. എന്താ ശരിക്കും നടന്നെന്ന് ഒന്ന് പറയാമോ? എനിക്കറിയില്ല മാഡം എന്താ സംഭവിച്ചേ. അമ്മ എന്റെ ബാഗിൽ കവർ കണ്ടപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂട. കള്ളു പറയുന്നു. ഞങ്ങളോട് എങ്ങനെ ഇതൊക്കെ ചെയ്യണം? നിന്റെ സ്കൂളിൽ ആരും എനിക്ക് ഇതൊക്കെ തന്നെ? അമ്മ ഈ സ്കൂളിൽ ആരും ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നടക്കുന്നൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അമ്മ എന്നെ വിശ്വസിക്കമ്മ പ്ലീസ്. അമ്മ എനിക്കൊന്നും അറിഞ്ഞൂടമ്മ. ഒന്ന് സമാധാനപ്പെടും. നമുക്ക് നോക്കാം ഇതെന്താ എങ്ങനെ പറ്റിയതെന്നൊന്ന് ആലോചിക്കാം. ആദ്യം ഈ കുട്ടിയുടെ ഈ മോളുടെ ബാഗില് എങ്ങനെയാണ് അത് വന്നത്, അത് നമുക്ക് തിരഞ്ഞാം. സമാധാനിച്ചിരിക്കാൻ പാരത്തിന്റെ മോൾക്കാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാണുകയും ചെയ്യുക. ഇപ്പൊ എന്താ കാണിച്ചെന്നറിയാം? എനിക്ക് സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്റെ ഭാഗത്തൊരു തെറ്റ്. മോളെ ഐശ്വര്യ, നീ വിഷമിക്കല്ല. നമുക്കിത് നോക്കാം. നിന്റെ ബാഗിൽ എങ്ങനെയാണ് ഇത് വന്നതെന്നോ ഇത് എവിടത്താണ് സോഴ്സസ് നിന്റെ കയ്യിൽ കിട്ടിയതെന്നും നമുക്ക് കണ്ടെത്താം. നമ്മെ മോളിനെ കുറിച്ച് വിഷമിക്കണ്ട. ഇത് ഞങ്ങളുടെ സ്കൂളില് ആദ്യമായി നടക്കുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ പുറകിൽ എങ്ങനെയാണ് ഇത് മോളുടെ കയ്യിൽ എത്തിയെന്നും ഇതിന്റെ റിസോഴ്സസ് എവിടെന്നാണ് വരുന്നതെന്നും ഇതിന്റെ പുറകിൽ ആരൊക്കെ ഉണ്ടെന്നും ഇത് കണ്ടെത്താം. അതുകൊണ്ട് നമ്മൾ സമാധാനപ്പെടുക.
ഇനിയിപ്പോ ഇത് നിങ്ങളുടെ ആവശ്യം മാത്രമല്ല, ഇത് നമ്മളുടെ ആവശ്യം കൂടി ആയതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ പുറകിലെ ആരൊക്കെ ഉണ്ട്, എങ്ങനെയാണ് ഇത് സോഴ്സസ്, ഇതിന്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് വരുന്നത്, കുട്ടികളുടെ കയ്യിൽ ഇത് എങ്ങനെ എത്തുന്ന കാര്യം നമുക്ക് കണ്ടെത്താം. ഐശ്വര്യയുടെ ക്ലാസ് കോർഡിനേറ്റർ ഹരിസാർ ഒന്ന് വിളിക്കാമോ? ഗുഡ് മോർണിംഗ്. ഹരിസാർ വിളിക്കൂ. ഹരിസാർ, ഈ ഐശ്വര്യയുടെ എന്താണെന്ന് അറിയാലോ. അപ്പൊ കുട്ടിയുടെ ബാഗിൽ നിന്ന് എന്തോ സാധനങ്ങൾ കണ്ടതായിട്ട് അമ്മ പറയും. അപ്പൊ ഇത് നമ്മുടെ സ്കൂളിൽ ഇതൊരു അവരുണ്ട്. നമ്മുടെ റെപ്യൂട്ടേഷൻ ഭാവിയിൽ ഇതൊരു ഒരു സൈഡാണ്. പക്ഷെ എന്നാലും മറുവർഷം നമുക്ക് നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ ഭാവി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ കുട്ടിയുടെ കയ്യിൽ എത്തിയിരുന്നു, ഇതിന്റെ സോഴ്സ് ഒക്കെ നമ്മൾ കണ്ടെത്തി. അപ്പൊ അതിനാണ് ഇപ്പൊ ഹരിസാരെ വിളിച്ചത്. സാറ് ഇതിന്റെ കോർഡിനേറ്റർ ആയതുകൊണ്ട് കുട്ടിയോട് സംസാരിച്ചിട്ട് സാറ് ഇതിന്റെ ബാഗിലെ എങ്ങനെയാണ് കുട്ടിയുടെ കയ്യിൽ എത്തിയത്, കുട്ടിയുടെ കാര്യങ്ങളെല്ലാം സാറ് ഒന്ന് അന്വേഷിക്കണം. അന്വേഷിച്ച് എത്ര പെട്ടെന്ന് റിപ്പോർട്ട് കണ്ടെത്തിയിട്ട് സബ്മിറ്റ് ചെയ്യണം. നമ്മൾ അതിന്റെ പുറകിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. സോ അതിനെ നമ്മൾ ഹരിസാറ് ഇപ്പോൾ വിളിച്ചത്. മേഡം, നമുക്ക് സ്ഥലം എസ് അറിയിച്ചേ പറ്റും. കാര്യം നമ്മൾ പോലും അറിയാതെ നമ്മളെ സ്കൂളിന്റെ ഉള്ളിൽ തന്നെ ഇതിന്റെ ഒരു സോഴ്സ് ഉണ്ട്. അത് കണ്ടെത്താൻ വേണ്ടി നമുക്ക് അവരുടെ സഹായം കിട്ടിയാൽ മാത്രമേ സാധിക്കും. ഹരിസാർ പറഞ്ഞത് ശരിയാണ്, നമ്മള് റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് സാർ എത്ര പെട്ടെന്ന് ഇതൊന്ന് അന്വേഷണം കണ്ടെത്തിയിട്ട് എനിക്ക് റിപ്പോർട്ട് തന്നാൽ നമ്മളത് ഹരിസാർ പറഞ്ഞതുപോലെ നമ്മൾ CA സാറിന് അറിയിക്കാം. അപ്പൊ സാറിന്റെ റിപ്പോർട്ട് പെട്ടെന്ന് എനിക്ക് കിട്ടുന്ന രീതിയിൽ സാർ ഒന്ന് റിപ്പോർട്ട് റെഡിയാക്കി തരിക. അപ്പം അമ്മയും മോളും ഒന്ന് സമാധാനപ്പെടുക. നമ്മൾ അതിനായിട്ടുള്ള ആളിൽ നമ്മൾ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ റിപ്പോർട്ട് തരും. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിന്റെ ബേസിസിൽ നമ്മളങ്ങ് ചെയ്യാം. സോ രണ്ടുപേരും സമാധാനമായിട്ട് വീട്ടിൽ പോകുന്നു. ബാക്കി കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഈ ക്ലാസ്സിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു. ഐശ്വര്യ മേഖല ആരായിട്ട് അത് അറിഞ്ഞിട്ടേ ഇനി ക്ലാസ് എടുക്കുന്നു. സിദ്ധു ആയിരിക്കും, അവനല്ലേ ഇവിടെ ഇപ്പൊ ഉപയോഗിക്കുന്നത്. ഇയാളെ കണ്ടോ? അത് അവൻ തന്നെ, ഇവനാണ് ഇവിടുത്തെ ഫ്രോഡ്. ഞാൻ കണ്ടു ഇന്നലെ ഇന്റർവെല്ലിൽ സിദ്ധാർത്ഥ ഐശ്വര്യ ബാഗില് ഈ സാധനം വെക്കുന്നത്. പക്ഷെ ഇതാണെന്ന് ഞാനോട്ട് എക്സ്പെക്ട് ചെയ്തില്ല. ഇനി ഞാൻ വിശ്വസിക്കണോ? മറ്റേ സിദ്ധാർത്ഥില്ലേ, അവനെ നമ്മളന്ന് നല്ലോണം പേടിപ്പിച്ചല്ലോ. അവൻ നല്ല വിറച്ചിട്ടുണ്ടോ ആളിയാ? പിന്നല്ല, അവൻ വെറും പീറല്ലേ. പിന്നല്ല, കൊച്ചു ചേർക്കൻ. പക്ഷെ അവൻ വഴിയെ കുറെ കൊടുക്കാൻ പറ്റണം. ആ നല്ല എന്ന് അവനോട് വേണം കേട്ടോ. നീ ചുമ്മാ അവരെ വള്ളി പിടിച്ച് വെക്കല്ലേ. വെള്ളം കാണുന്ന ചെവിക്കലടിച്ച് പൊട്ടി എടാടി. ആടാ വിളിക്കുന്നേ ഈ സമയത്ത്? അതാ വീട്ടിൽ നിന്ന് ആയിക്കോളാം. അവനെ കാര്യം സംസാരിക്കൂടി. എനിക്കൊന്നും വയ്യ. എടുത്ത് നോക്കടാ. എനിക്ക് വയ്യ അളിയ. എടുത്ത് സംസാരിക്കളിയാ. എന്നടാ ഞാൻ സ്വിച്ച് ഓഫ് ആക്കുക. അപ്പോ നീ ഏതാണ്ടൊക്കെ എന്തോ പഠിക്കാൻ പോയിട്ട് എന്തായാലും സപ്ലൈ ക്ലിയർ ആയോ? വല്ല കാര്യമൊന്നുമില്ല. ഞാൻ അതൊക്കെ എപ്പോഴേ വിട്ടതാ.
എടാ സാധനം തീർന്നല്ലോടാ. എങ്ങനെയും ഫണ്ട് തെറ്റിണ്ടേ പുതിയ സാധനം എടുക്കാൻ. എടാ എടാ ഇതൊക്കെ അല്ലടാ വൈബ്. ഇതൊക്കെ ആകുമ്പോ സമാധാനമുണ്ട്. സത്യം. അല്ലെങ്കിൽ എന്തൊക്കെ കേൾക്കണം, വീട്ടിൽ പോണം, പഠിക്കാൻ പോണം, നാട്ടാരുടെ വായിന്ന് കേൾക്കണം. ഇതാണ് സമാധാനം. നീയൊക്കെ പറഞ്ഞ പോലെ അവന് കൊടുക്കാനുള്ള പണി വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ജെനി, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. സിദ്ധുനെ ഞാൻ അതിലോട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾ നോക്കിക്കോണം, കേട്ടല്ലോ? നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അവൻ നമ്മുടെ വഴിക്കായി കഴിഞ്ഞു. ഇനി അവനെ വെച്ച് വേണം നമുക്ക് ഇതെല്ലാം ഫ്രണ്ട് ചെയ്യാം. പിന്നെ ഇത്രയും ചെയ്തോ ശരിക്ക് എനിക്ക് കിട്ടാനുള്ളത് അങ്ങ് കിട്ടിക്കോണം. അതൊക്കെ ഞാൻ തരും. കിട്ടിയില്ലെങ്കിൽ ഒരു സ്വഭാവം അറിയാലോ. തരും. ഒക്കെ ഉള്ള പണി ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് നടന്നിട്ടുണ്ട്. ആ സിദ്ധാർത്ഥിനോടൊക്കെ എന്തൊക്കെ മതിപ്പ് ആരാധനയായിരുന്നു. ഇതോടുകൂടി തീർന്നിട്ടുണ്ട്. 2 ക്ലാസ്സിൽ എന്തൊക്കെ ഷോ ആയിരുന്നു. ഇനി ആ ഷോ ഒന്ന് ഞാൻ കാണട്ടെ. പിന്നെ വന്നോടാ. എടാ നീ പിന്നെയും ജെനി, നീയോ? തനിക്ക് ഈ കുട്ടിയെ അറിയാമോ നേരത്തെ? എന്റെ സ്റ്റുഡന്റാ സാറേ. സാറെന്താ സാറേ ഇവിടെ? എപ്പോഴാ ഉണ്ടാവടാ? അവിടെ ചെറ്റത്തരം കാണിച്ചിട്ട് ഫാഷനെ കൊണ്ട് ഉണ്ടാക്കി കാണിച്ചാലാ ഞാൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സമൂഹത്തിൽ പ്രത്യേകിച്ചും കോളേജ് വിദ്യാർത്ഥിനികൾ അതുപോലെയുള്ള യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒന്നാണ് ലഹരി മാഫിയകളും
ലഹരിയുടെ ഉപയോഗം. തീർച്ചയായും നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ചും വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും അതിൽ നിന്നും പിൻവാങ്ങി മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടതുണ്ട്. ഒറ്റ സന്ദേശമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ ജീവിതമാകണം ലഹരി, ലഹരിയാകരുത് ജീവിതം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. I would like to invite Principal for hand-drawing thermometers to Dr. Siddharth, Forensic and Toxicology Specialist, currently working in Delhi. I welcome you both. മാന്യ സദസ്സിൽ നിൽക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് പഴയ കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇന്ന് ലഹരി ദിനത്തിൽ എനിക്കിത് ലഭിച്ചപ്പോൾ ഒത്തിരി ഓർമ്മകളാണ് വരുന്നത്. പഴയ കുരുക്കിലകപ്പെട്ട സിദ്ധാർത്ഥിനെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോൾ ലോകം മാറിക്കഴിഞ്ഞു. അഴിക്കുംതോറും മുറുകുന്ന കുരുക്കിൽ അകപ്പെടാതെ നിങ്ങളുടെ സ്കൂൾ ആൻഡ് കോളേജ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യൂ. ദ ഫ്യൂച്ചർ ഇസ് വെയിറ്റിംഗ് ഫോർ യു. Thank you all and all the best. ലോക ലഹരി വിരുദ്ധ ദിനം. ഈ സമൂഹത്തിനെ കാർന്നു തിന്നുന്ന ഒരവസ്ഥയിലേക്ക് ലഹരി മാറിയിരിക്കുകയാണ്. ആഗോളതലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ലഹരിയെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാനും ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനും ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും ലഹരി മുക്തം എന്നുള്ള ആശയം നമ്മൾ മുന്നിലോട്ട് കൊണ്ടുവരണം. ആ ആശയം കൊണ്ടുവന്ന് ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണെന്നുള്ള കടമ നിറവേറ്റാനും നമ്മൾ ബാധ്യസ്ഥരാണെന്ന് ഞാൻ അറിയിച്ചു കൊടുക്കുകയാണ്.